ഒരു ക്ഷേത്രത്തിൽ കണ്ട കെടാവിളക്കിൻ്റെ ഒരു സംവിധാനമാണിത്. ഇത് പഴയകാല പല ക്ഷേത്രങ്ങളിലും പല രീതിയിലും കണ്ടിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ബലിക്കൽപുരയിലെ കെടാവിളക്കിൻ്റെ സംവിധാനം ഇതുപോലെയാണ്. പക്ഷേ കൂടുതൽ ക്ഷേത്രങ്ങളിലും ഇത്തരം സംവിധാനങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നതാണ് വാസ്തവം. ഇവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. ഇത് കാണുന്ന ചിലർക്കെങ്കിലും ഒരു ഉപകാരമാവും. മിക്കവാറും പല ക്ഷേത്രങ്ങളിലും കെടാവിളക്കുകൾ കത്തിക്കുന്ന പതിവുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണ വാങ്ങി ബലിക്കൽപുരയിലെയോ മണ്ഡപത്തിന് മുൻപിലോ കാണുന്ന വിളക്കുകളിൽ ഒഴിക്കുകയും ചെയ്യാറുണ്ട്. വിരോധാഭാസം എന്നാൽ ആളുകൾ കൊണ്ടുവന്ന് എണ്ണയൊഴിച്ച് മിക്കവാറും ആ വിളക്കുകൾ നിറഞ്ഞു തുളുമ്പിയ അവസ്ഥയിലുമായിരിക്കും. നിലത്തും മണ്ഡപത്തിലുമെല്ലാം എണ്ണ വീണ് കിടക്കുന്നുമുണ്ടായിരിക്കും. പക്ഷേ വരുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നിറഞ്ഞു തുളുമ്പിയോ എന്നൊന്നും നോക്കാറുമില്ല. അവർ അതിൽ തന്നെ ഒഴിച്ചു പോകും. പല ക്ഷേത്രങ്ങളിലും ബലിക്കൽപുരയിലും മറ്റും ടൈലുകൾ സ്ഥാനം പിടിച്ചതോടെ അപകട സാധ്യതയും കൂടി വരുന്നു. പലരും ആ എണ്ണയിൽ ചവിട്ടി തെന്നി വീഴുന്നതും സാധാരണമാണ്. ഇതിനൊരു പരിഹാരമാണ് ഇത്തരം സംവിധാനങ്ങൾ. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ സാമാന്യം പഴക്കമുള്ളൊരു വിളക്കാണിത്. താഴെ ഒരു ഇരുമ്പ് ചട്ടക്കൂടുണ്ടാക്കി അതിനുള്ളിൽ വലിയൊരു ചെമ്പുകുടം സ്ഥാപിച്ചിരിക്കുന്നു. അല്പം വാവട്ടമുള്ള ചെമ്പുകുടത്തിനുള്ളിലേക്കാണ് ഈ വലിയ വിളക്ക് ഇറക്കി വച്ചിരിക്കുന്നത്. അതും 2 തട്ടുള്ള വിളക്കാണ്. മുകളിലത്തെ വിളക്കിനുള്ളിൽ ഒരു ചെറിയ ദ്വാരം ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലൂടെ ഒരു പൈപ്പ് താഴത്തെ കുടത്തിനുള്ളിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. വിളക്കിലെ എണ്ണ ഒരു ലെവലിൽ കൂടുതൽ ഉയരില്ല. അതും ആരെങ്കിലും കൂടുതൽ എണ്ണ കൊണ്ടുവന്ന് ഒഴിക്കുകയാണെങ്കിൽ തുളുമ്പിയാലും താഴത്തെ വിളക്കിലേക്ക് വീഴുകയും ചെയ്യും. അതിലും ഇതുപോലെ ഒരു ദ്വാരവും പൈപ്പും കൊടുത്തിട്ടുണ്ട്. വിളക്കിന് ചുറ്റും കെട്ടുപോവാതിരിക്കാനായി ഒരു ചില്ലുകൂടും മുകളിൽ ഒരു അടപ്പും വെച്ചിട്ടുണ്ട്. ഈ അടപ്പിലെ ദ്വാരം വഴിയാണ് നമ്മൾ എണ്ണ ഒഴിക്കുക. ഈ അടപ്പ് കൊണ്ട് 2 ഗുണം. പ്രധാനമായും ഈ വിളക്ക് കത്തുന്നത് മൂലമുണ്ടാകുന്ന കരിയും പുകയും ഒരു പരിധിവരെ ഈ അടപ്പിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. താഴത്തെ കുടത്തിൻ്റെ വശത്തായി ഒരു അടപ്പും വെച്ചിട്ടുണ്ട്. അതിലൂടെ ഈ കുടം നിറഞ്ഞു കഴിയുമ്പോൾ എണ്ണ പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 3-4 കുടം എണ്ണയാണ് ഇവിടെ നിന്ന് തന്നെ കിട്ടിയത്. അതവർ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കുകൾക്കും മറ്റു പല ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോ എടുത്തതിന് ഒരു കാരണമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരക്കുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജയുടെ ആവശ്യമായി ചെന്നപ്പോൾ അവിടെയും ആളുകൾ കാണുന്ന വിളക്കുകളിലൊക്കെ എണ്ണ കൊണ്ടുവന്ന് ഒഴിക്കുന്നത് കണ്ടു. ഈ എണ്ണ ചവിട്ടിയിട്ട് അതിലെ നടക്കാൻ വയ്യാത്ത അവസ്ഥ. മണ്ഡപത്തിലെയും സോപാനപ്പടിയിലെയും ബലിക്കൽപുരയിലെയും ഉപദേവന്മാരുടെ മുൻപിലുമൊക്കെ എണ്ണ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഒരല്പം ബോധം ഒഴിക്കുന്നവർക്കും വേണ്ടേ? ആ എണ്ണ നടക്കൽ സമർപ്പിച്ചാൽ എത്ര നന്നായി. അവരത് ആവശ്യത്തിന് ഉപയോഗിച്ചോളും.